സമാധാന സുവിശേഷം അവൻ നമ്മുടെ കാലിന് ചെരുപ്പാക്കിയത് നീ എവിടെ പോയാലും നിന്റെ അധരത്തിൽ എന്തുണ്ടായിരിക്കണം? ഒന്ന് കരമടിച്ച് സ്വീകരിച്ചു. നിന്റെ അധരത്തിൽ സുവിശേഷം ഉണ്ടായിരിക്കണം. സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് ഊരിയിട്ടേ ചെങ്ങും പോക്കളയരുത്. സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് കർത്താവ് നമ്മുടെ കാലിൽ ഇട്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ മുടിയനായ പുത്രനെന്ന് നിങ്ങൾ വിളിക്കുന്ന ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവന് കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ്. അപ്പൊ മാനസാന്തരപ്പെട്ടവന്റെ കാലിനകത്ത് എന്നാ ഉണ്ട്? ആ ചെരുപ്പിന്റെ പേരെന്നാ? ഗോസ്പൽ. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഗോസ്പൽ, സുവിശേഷം. ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട്, ആതിഥ്യ മര്യാദകൾ വെച്ചിട്ട് നമുക്ക് ഒരു വീട്ടിൽ കയറുമ്പോൾ നമ്മൾ സാധാരണ എന്തഴിച്ചിടും? ചെരുപ്പ് അഴിച്ചിടും, ഷൂസ് ഊരിയിടും വെളിയിൽ. പക്ഷേ ഈ ഷൂസ് നീ രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് ഈ സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് നിന്റെ കാലിൽ ഇടിയിച്ചത് 10-12 വർഷം കഴിയുമ്പോൾ, 3 വർഷം കഴിയുമ്പോൾ ഊരി എറിയാനല്ല. നീ അവസാനം ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോഴും ആ ചെരുപ്പ് നിന്റെ കാലെ കാണണം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അവസാന സമയം വരെ സുവിശേഷം പറയണം, സുവിശേഷം അറിയിക്കണം. യേശു എനിക്ക് വേണ്ടി ജനിച്ച് മരിച്ചടക്കപ്പെട്ടു എന്ന തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന സുവിശേഷം. ഇനി അടിക്കില്ലേ? ഈ സുവിശേഷം പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒന്ന് കൈ ഉയർത്തി. സുവിശേഷം പറഞ്ഞിട്ടുള്ളവർ കൈ കാണുന്നില്ലല്ലോ. ഓക്കെ, സ്നേഹമല്ലേ സുവിശേഷം? അതിന്റെ ആകത്തുക സ്നേഹമല്ലേ? ഒന്ന്, എൻ്റെ അടുക്കൽ നിൽക്കുന്ന വ്യക്തിയെ, ആ സഹോദരനെ, സഹോദരിയെ, ആ മകളെ, ആ അമ്മയെ, അവരുടെ വേദന, അവരുടെ പ്രയാസം, അവരുടെ വീട്ടിൽ ആരുണ്ട്? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരൊക്കെയാണോ? ബ്രദറെ, എനിക്കൊരു ഒരാളെ ഫോൺ ചെയ്താൽ പോലും, വിളിച്ചാൽ പോലും ആദ്യം ചോദിക്കണം, ബ്രദറെ തിരക്കാണോ? എനിക്കൊരു 2 മിനിറ്റ് സംസാരിക്കാനുണ്ടോ? കാരണം ആദ്യം എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഞാൻ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ കയ്യിലിരിക്കുന്ന എന്തോ അവരെ അടിച്ചേൽപ്പിക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം അറിയാതെ പോകരുത്, സുവിശേഷം കേൾക്കാതെ പോകരുത്, സുവിശേഷം മനസ്സിലാക്കാതെ പോകരുത്. ഞാനൊരു സുവിശേഷകനാണ്. ഈ സുവിശേഷം, ഗുഡ് ന്യൂസ്, എന്നെ രക്ഷിച്ചു. ഞാൻ എന്തിലാ നിൽക്കുന്നേ? സുവിശേഷത്തിൽ. കാരണം സുവിശേഷം എന്താ? കാലിന് ചെരുപ്പ്. ഞാൻ ചെരുപ്പ്, സുവിശേഷം എൻ്റെ കാലിന് ചെരുപ്പാണെങ്കിൽ ഞാൻ പോകുന്നിടത്തെല്ലാം, ഞാൻ യാത്ര ചെയ്യുന്നിടത്തെല്ലാം, ഞാൻ കണ്ടുമുട്ടുന്നവരിലെല്ലാം, ഞാൻ പരിചയപ്പെടുന്നവരിലെല്ലാം, ഞാൻ കയറി ചെല്ലുന്നിടത്തെല്ലാം, പറഞ്ഞ് ഞാൻ കയറി ചെല്ലുന്നിടത്തെല്ലാം ഈ സുവിശേഷവും ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. കാരണം റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, For I am not ashamed for the gospel. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം വിഹൂതനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഞാൻ പ്രിയപ്പെട്ടവരോട്, എൻ്റെ സഹോദരി സഹോദരന്മാരോട് പഠിപ്പിക്കുന്നു. മക്കളെ, കുഞ്ഞുമക്കളെ, സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും യേശുവിനെ കുറിച്ച് പറയാൻ ലജ്ജിക്കരുത്. നിങ്ങളെ കളിയാക്കുക എന്നുള്ളത് 100%.
നിങ്ങളെ പരിഹസിക്കും എന്നുള്ളത് 100%. കാരണം ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം മുതൽ ഈ സംഭവം കേൾക്കുന്ന ആളാണ്. എന്ന് രക്ഷിക്കപ്പെട്ടോ, എന്ന് കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയോ, കാരണം അത് ഒന്നെടുത്ത് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 16-17 വാക്യം ഒന്ന് കാണിച്ച മോനെ. എല്ലാവരും TV നോക്കിയോ? ഓക്കെ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഉറക്കെ വായിച്ച എല്ലാവരും, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. പറഞ്ഞേ, ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്താണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ആമേൻ. എന്തിനു വേണ്ടി? പോയി പോയി ഫലം കായ്ക്കാനും ആ ഫലം നിലനിൽക്കാൻ. ഇനി 17-ാമത്തെ വാക്യത്തിൽ നോക്കിയേ. 17-ാമത്തെ വാക്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. 18-ാം വാക്യം, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ. എന്ത് സിഗ്നൽ വീക്കാവുന്ന? ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ, യേശു പറയുന്നു, നിങ്ങൾക്കൊക്കെ മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവീൻ. 19-ാം വാക്യം, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ എങ്കിൽ ലോകം നിങ്ങൾക്ക് സ്വന്തമായതിനെ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. 20-ാം വാക്യം, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കോർക്കുവീൻ. അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണേ. അങ്ങനല്ല, അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചെങ്കിൽ നിങ്ങളുടെ ഇതും പ്രമാണിക്കും. ആമേൻ. ഉപദേശി എന്നുള്ള വിളിയൊക്കെ കേൾക്കും. പിള്ളേരെന്നെ കാണുന്നില്ലല്ലോ. ഉപദേശി എന്നുള്ള വിളിയൊക്കെ കേൾക്കും. കുട്ടി പാസ്റ്റർ എന്നൊക്കെ വിളിക്കും. പിന്നെ എന്താ വിളിക്കാൻ പറ്റുന്ന അതൊക്കെ വിളിക്കും. കളിയാക്കും, പരിഹസിക്കും, പുച്ഛിക്കും. ഹല്ലേലൂയ. അപ്പോഴല്ല യോഹന്നാൻ 15:20 ഓർത്തോണം. അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചെങ്കിൽ. ശരിയല്ലേ? ശരിയല്ലേ? ഇന്നും ഒരു യഹൂദന്റെ കണ്ണിൽ, ഒരു ജ്യൂഷ് ആയിട്ടുള്ള ഒരു യഹൂദന്റെ കണ്ണിൽ ഇന്നും യേശു ദൈവമാണോ? അല്ല. നിങ്ങൾ ഇസ്രായേലിൽ ചെന്നിട്ട് ഈ 2024 ഒരു യഹൂദ മനുഷ്യനോട് വന്ന് പറഞ്ഞേ യേശു ആ ദൈവം, യേശു ആ കർത്താവ് എന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് അവരോട് ചോദിച്ചേ, നിങ്ങളുടെ അപ്പന്മാരെല്ലാം കൂടെ ചേർന്ന്, നിങ്ങളുടെ പിതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് എന്തിനാ യേശുവിനെ പിടിച്ച് ക്രൂശിച്ചെന്ന് ചോദിച്ചേ. യേശു ക്രൂശിക്കപ്പെടേണ്ടത് തിരുവെഴുത്തുകളുടെ നിവർത്തീകരണത്തിനാണ്. യേശു ക്രൂശിലാകേണ്ടതും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ടതും പ്രവചന നിവർത്തീകരണമാണ്. അത് സംഭവിക്കേണ്ടതാണ്. നമ്മുടെ രക്ഷയ്ക്കാണ്, നമ്മുടെ വീണ്ടെടുപ്പിനാണ്. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് അവർ യേശുവിനെ ക്രൂശിച്ചത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. അന്നത്തെ കാലത്തെ യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചത് യേശുവിനോടുള്ള അസൂയയും ശത്രുതയും കൊണ്ടാണ്. ഇന്നും അവർക്കതുണ്ട്, ഇന്നും ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ വായിച്ച വാക്യത്തിൽ പൗലോസ് റോമർ 16 എഴുതിയത്. ആ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്ത് ചെയ്യാ? വാക്യം 1:16, റോമർ 1:16, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദൻ, പിന്നെ യഹൂദന്മാരോടായി പറഞ്ഞേ, യഹൂദന്മാരോടാ പറഞ്ഞേ, ആദ്യം യഹൂദനും പിന്നെ യവനനും. നീ രക്ഷിക്കപ്പെട്ടാൽ, നീ ഇത് സ്വീകരിച്ചാൽ നിന്നിൽ ഒരു ദൈവശക്തിയായി ഇത് മാറും. ആമേൻ. അപ്പോൾ പരിഹസിക്കുന്നവനെ സംബന്ധിച്ച് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്താണ്, കോമഡിയാ. പക്ഷെ രക്ഷിക്കപ്പെട്ടവരിവിടെ ഉണ്ടോ? രക്ഷിക്കപ്പെട്ട നിങ്ങൾക്കോ ഇത് ദൈവശക്തിയാ. എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവം അനുഭവിച്ചവർ നന്നായി ഒന്ന് കൈയടിച്ച്, നന്നായി എന്റെ കർത്താവ് നന്നായി ഒന്ന് ആരാധിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം?
എന്താ കാരണം? കാരണം നിങ്ങൾ യേശുവിനെ കേട്ടറിഞ്ഞവരല്ല, കേട്ടു മാത്രം അറിഞ്ഞവരല്ല, യേശുവിനെ കുറിച്ച് പറഞ്ഞു മാത്രം കേട്ടവരല്ല. നിങ്ങൾ അവൻ്റെ രക്ഷയുടെ സന്തോഷം, അവൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ അനുഭവിച്ചവരാണ്. ആമേൻ. അനുഭവിച്ചവർ 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 അനുഭവിച്ചവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ സുവിശേഷം? ഞാൻ പറയുന്നു, ഞാൻ ഏത് മെസ്സേജ് പ്രസംഗിച്ചാലും, അബ്രഹാമിനെ പ്രസംഗിച്ചാലും യാക്കോബിനെ പ്രസംഗിച്ചാലും, റീസെന്റ് കോഴിക്കോട് നടന്ന മീറ്റിങ്ങിൽ നമ്മൾ ഇസഹാക്കിനെ കുറിച്ച് പ്രസംഗിച്ചു. പക്ഷെ ഇസഹാക്കിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് ഏറ്റവും അവസാനം എനിക്ക് ആ മെസ്സേജ് യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്ന് നിർത്താനേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇസഹാക്കിനെ മാത്രം പ്രസംഗിച്ചിട്ട് പോയാൽ അത് സുവിശേഷ യോഗമാകുകയില്ല. സുവിശേഷകർ, ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് തിരുവെഴുത്തിലെ എന്ത് കാര്യങ്ങളും പ്രസംഗിക്കാം. പക്ഷേ ആ നടന്ന മീറ്റിംഗ് ഒരു സുവിശേഷ യോഗമാകണമെങ്കിൽ, ആ നടന്ന ശുശ്രൂഷ ഒരു സുവിശേഷ യോഗമായി പരിണമിക്കണമെങ്കിൽ അതിൽ സുവിശേഷം പറയണം. അബ്രഹാമിനെ കുറിച്ച് പറയുന്നതോ യാക്കോബിനെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഥകളോ ചരിത്രങ്ങളോ മാത്രം വിളംബരം ചെയ്യുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്നാന്ന് ഒറ്റ വാക്കിൽ പറയട്ടെ, കേൾക്കാൻ താല്പര്യമുണ്ടോ? അതിന് ഒരു വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ കയ്യിൽ നിടുന്ന വേർഡ് അല്ലത്, ബൈബിളിലെ ഒറ്റ വാക്യം. 2 തിമോത്തിയോസ്, 1 തിമോത്തിയോസ് അല്ല, 2 തിമോത്തിയോസ് 2-ാം അധ്യായം 8-9 വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാകുന്നു എന്റെ സുവിശേഷം. That's a good news. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ ഇന്നും